യെശയ്യാ 54 പറയാണ്, നിന്റെ കൂടാരത്തിന്റെ അതിരുകൾ വിസ്തൃതമാക്കുക, തിരശീലകൾ വിരിക്കുക, കുറ്റികളാവുന്നത്ര അയച്ച് നീളം കൂട്ടുക, നീ ഇരുവശത്തേക്കും അതിര് ഭേദിച്ച് വ്യാപിക്കും. ശ്രദ്ധിച്ചേ, എന്തൊക്കെയാ ചെയ്യാൻ പറഞ്ഞേ? നിന്റെ കൂടാരം വിസ്തൃതമാക്കുക എന്ന് പറഞ്ഞാൽ എന്താ? അതായത് ചെറിയൊരു ക്യാൻവാസിൽ ജീവിതം എന്ന ചിത്രം വരയ്ക്കരുത്, വലിയ ക്യാൻവാസിൽ വരയ്ക്കണം എന്ന് പറഞ്ഞാൽ എന്താ? നമുക്ക് ഈ മലയാളിക്ക് ഒരു ദാരിദ്ര്യമുണ്ട്. മലയാളി പല കാര്യത്തിലും ദരിദ്രനാണ്. ഞാനും നിങ്ങൾ ഉൾപ്പെടുന്ന മലയാളികൾ പല കാര്യത്തിലും ദാരിദ്ര്യമുണ്ട്. നമുക്കുള്ള വലിയൊരു ദാരിദ്ര്യമാണ് എന്ത് ദാരിദ്ര്യം? സ്നേഹത്തിന്റെ ദാരിദ്ര്യം. അത് നമുക്ക് നല്ലപോലെ ഉണ്ട്. അതായത് സ്നേഹം പ്രകടിപ്പിക്കാനുള്ള കഴിവില്ലായ്മ, നല്ലപോലുള്ള ദാരിദ്ര്യമുള്ളൊരു ജനതയാണ് മലയാളികൾ. ചോരാതെ കിടക്കാൻ ഒരു ചെറിയ വീട് തരണേ, ചുമ്മാതാണ്, ഉള്ളിൽ അങ്ങനൊന്നും അല്ല, നല്ല ആർത്തിയും ദുരാശയെല്ലാം ഉണ്ട്. എന്നാലും പറയുമ്പോ അങ്ങനെ പറയും അല്ലേ? ദൈവമേ കുഴപ്പമൊന്നും ഇല്ലാതെ ജീവിച്ചാ മതിയായിരുന്നു, ഇങ്ങനെ പറയൂ. പരീക്ഷ എഴുതുന്ന കുട്ടി പറയും, ദൈവമേ കഷ്ടിച്ചങ്ങ് ജയിച്ചാ മതിയായിരുന്നു. മനസ്സിലായോ? ഇങ്ങനെ ഒരു ആവറേജ് മൈൻഡ് സെറ്റ് ഉള്ള ആളുകളാണ് നമ്മൾ മലയാളികൾ.